ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുരുന്നുകൾക്ക് MES തിരൂർ യൂണിറ്റിന്റെ സ്നേഹസമ്മാനം. കേരള സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി MES തിരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ AMLP സ്കൂൾ കുമരമംഗലം കോരങ്ങത്ത്, AMLP സ്കൂൾ പഴങ്കുളങ്ങര മുത്തൂർ എന്നീ വിദ്യാലയത്തിലെ നവാഗതരായ 100-ൽ പരം കുരുന്നുകൾക്ക് സൗജന്യമായി ബാഗും കുടയും മധുര പലഹാരങ്ങളും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്തു. MES കേരളയുടെ ഉപാധ്യക്ഷൻ ഷാഫി ഹാജി കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷം വഹിച്ചു. തിരൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി KK അബ്ദുൾ റസാഖ് ഹാജി, സ്റ്റേറ്റ് മെമ്പർമാരായ ജലീൽ കൈനിക്കര, PA റഷീദ്, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൻസൂർ ബാബു, മുസ്തഫ തറമ്മൽ, മമ്മി ചെറുത്തോട്ടത്തിൽ, അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര, മൊയ്തുട്ടി ഹാജി, VA ഷാനവാസ്, K ഹമീദ് മോൻ, ഡോക്ടർ സുരബില ഷബാദ്, നിഷാറാണി സിറാജ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ പ്രധാനാധ്യാപകരായ രതീഷ് മാസ്റ്റർ, ഗണേശൻ മാസ്റ്റർ, ജബ്ബാർ മാസ്റ്റർ, ഷീബ ടീച്ചർ, മാനേജർമാരായ അബ്ദുറഹിമാൻ, PI മുഹമ്മദ് അഷ്റഫ് എന്നിവർ നന്ദി അറിയിച്ചു. സെൻട്രൽ സ്കൂൾ ടീമിന്റെ വകയായി നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിത്വങ്ങളാണ് മുഴുവൻ ആളുകളും പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ഷാഫിയാക്കെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. MESന്റെ തിരൂർ യൂണിറ്റ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഏതാണ്ട് 3 സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു ചടങ്ങിലാണ് നമ്മൾ. MESന്റെ ഒരു മെസ്സേജാണ് ഇന്നിവിടെ തരുന്നത്. എന്ന് വെച്ചാൽ അത് ചെറുതോ വലുതോ എന്ന് നോക്കിയിട്ടല്ല, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏത് ചെറുതും വലുതുമായ വിദ്യാർത്ഥികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു ഒരു വലിയൊരു പ്രോഗ്രാമുമായിട്ട് നമ്മളെ MES മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് MESന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. നമ്മളെ മെഡിക്കൽ കോളേജ് ആസ്ഥാനം ആയിട്ടും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് നമുക്കൊക്കെ അറിയാം, ഇന്ന് വിദ്യാഭ്യാസത്തിന് ഒരുപാട് ചിലവുകൾ ഏറിയൊരു കാലഘട്ടമാണ്. ആ ഭാഗത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും മറ്റ് ആർട്സ് കോളേജും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വേണ്ടവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്ത് നമ്മുടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന സ്നേഹസ്പർശം എന്നൊരു പരിപാടിയിലാണ് നമ്മൾ പങ്കുചേർന്നിട്ടുള്ളത്. MES വളരെ സേവന താല്പര്യത്തോടു കൂടി എല്ലാ മേഖലകളും മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതേപോലെ തന്നെ ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ തിരൂരിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളുകളുടെ ഒപ്പം, സ്നേഹിക്കുന്ന ആളുകളുടെ ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത് സ്കൂളിൽ ആദ്യാക്ഷരം പഠിക്കാനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് വിവിധ ഗവൺമെന്റ് സാധാരണ സ്കൂളുകളിൽ നമ്മൾ MES തിരൂർ യൂണിറ്റ് കുറച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക കുട്ടികൾക്ക് വേണ്ടി. അത് നവാഗതരായ കുട്ടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ബാഗും കുടയും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ MESന്റെ ജീവകാരുണ്യ പ്രവർത്തന ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത്. 3 സ്കൂൾ നൽകും. ആദ്യത്തെ സ്കൂൾ കഴിഞ്ഞു, രണ്ടാമത്തെ സ്കൂളാണിത്. MESന്റെ എല്ലാ മാനേജ്മെന്റ് കമ്മിറ്റിക്കാരും അതിന്റെ ഭാരവാഹികളും MES നടത്തുന്ന ഈ വലിയ പ്രവർത്തനത്തിന്റെ എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ നല്ല നിലയ്ക്കുള്ള ഒരു സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ചടങ്ങിന് ഈ അടുത്ത് ഞാൻ ചെയ്യാൻ വലിയ ഉദ്ഘാടനമാണ്.
ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി MESന്റെ സെൻട്രൽ സ്കൂൾ വൈസ് ചെയർമാനും MA ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുമായ റഷീദ് ചക്കിങ്ങിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി മോണ്ടിസേറി തലം മുതൽ പ്ലേ സ്കൂൾ തലം മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ വളരെ പ്രശസ്തമായ രീതി നടത്തുന്ന ഈ സ്ഥാപനം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. സർക്കാർ സ്കൂളായാലും മാനേജ്മെന്റ് സ്കൂളായാലും ഏത് സ്കൂളായാലും കുട്ടികൾ പഠിച്ച് വളരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് തിരൂർ MES തിരൂർ യൂണിറ്റ് ഇന്ന് നമ്മളെ തിരൂരിലെ 3ഓളം സ്കൂളുകളിൽ നവാഗതരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സ്കൂളിലും ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത തിരൂർ MESന്റെ ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മിഷണറി സ്ഥാപനമായ MESന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന് ആത്യന്തികമായ ലക്ഷ്യം. അതിനെ പഠിപ്പിക്കുക, വളർത്തുക, അങ്ങനെ സമൂഹത്തിന്റെ ഭാഗമാക്കുക. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ ബാഗ് കുട ഉൾപ്പെടെയുള്ളത് നൽകിയിരിക്കുകയാണ്. ഈ ചാരിറ്റി പ്രവർത്തനം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ തിരൂരിന്റെ നല്ല ക്രീമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആരെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. എന്നാലും മീഡിയ ന്യൂസ് തിരൂർ.